രണ്ട് ലോകയുദ്ധങ്ങൾക്കും ശേഷമുള്ള ഏറ്റവും സംഭവബഹുലമായ ദശകമാണ് കടന്നുപോയത്. രക്തച്ചൊരിച്ചിലുകളും ഭരണമാറ്റങ്ങളും നിറഞ്ഞ 10 വർഷം. സെപ്റ്റംബർ 11 തുടങ്ങി സദ്ദാം വധത്തിനും അഫ്ഗാനിസ്ഥാൻ ഇറാഖ് അധിനിവേശത്തിനും സാക്ഷ്യം വഹിച്ച കഴിഞ്ഞ 10 വർഷം ശ്രീലങ്കയിലെ പുലിയുഗത്തിന് അന്ത്യം കുറിക്കുകയും അമേരിക്കയിൽ കറുത്തവന്റെ യുഗത്തിന് തുടക്കമിടുകയും ചെയ്തു. സംഭവബഹുലമായ കഴിഞ്ഞ 10 വർഷത്തിൽ ഏറ്റവും ആദ്യം വരുന്നത് 2001 സെപ്റ്റംബർ 11 ലോകവ്യാപാര കേന്ദ്രത്തിനു നേരെ നടന്ന ഭീകരാക്രമണമായിരുന്നു. ലോകത്തിനു നേരെ തലയുയർത്തി നിന്ന ലോകവ്യാപാര കേന്ദ്രത്തിലെ കൂറ്റൻ ടവറുകൾ 2976 ജീവനുകൾക്കൊപ്പം തകർന്നടിഞ്ഞു. ആക്രമണത്തിനു പിന്നിലെ തലച്ചോറായ അൽ-ഖായ്ദ തലവൻ ഒസാമ ബിൻ ലാദനു വേണ്ടി അമേരിക്ക നടത്തിയ ഓട്ടം ഇന്നും തുടരുന്നു. പിന്നീടങ്ങോട്ട് തുടർച്ചകൾ. ഒസാമ ഒളിച്ചിരിക്കുന്നുവെന്ന ആരോപണത്തിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സേനയുടെ ആക്രമണം, താലിബാൻ ഭരണത്തിന്റെ അന്ത്യം. നീണ്ട അധിനിവേശത്തിനിടെ തങ്ങൾക്കു കൂടി സ്വീകാര്യനായ ഹമീദ് കർസായി 2001 അഫ്ഗാൻ പാവ സർക്കാരിന്റെ പ്രസിഡന്റായി അവരോധിക്കപ്പെട്ടു. കൂട്ടനശീകരണായുധങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നുവെന്ന ആരോപണമുയർത്തി അമേരിക്കയുടെ ഇറാഖ് ആക്രമണം 2003 2006 ഡിസംബർ 30 സദ്ദാം ഹുസൈൻ എന്ന ശക്തനായ ഏകാധിപതിയെ തൂക്കിക്കൊന്നുകൊണ്ടാണ് അമേരിക്കയിലെ ബുഷ് ഭരണകൂടം തങ്ങളുടെ അധികാര പ്രമത്ത വെളിവാക്കിയത്. പിന്നീട് ഇറാഖിൽ കൂട്ടനശീകരണായുധങ്ങളില്ലെന്ന് ബുഷിന് പറയേണ്ടി വന്നതിനും ലോകം സാക്ഷ്യം. പാക് മുൻ പ്രസിഡന്റ് ബേനസീർ ഭൂട്ടോയുടെ കൊലപാതകമായിരുന്നു പതിറ്റാണ്ട് കണ്ട മറ്റൊരു ദുരന്തം. 2007 ഡിസംബർ 27 ലിയാഖത്ത് നാഷണൽ ബാഗിൽ ആവേശകരമായ പ്രസംഗം നടത്തി തന്റെ ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിൽ മടങ്ങുന്നതിനിടെയായിരുന്നു അജ്ഞാത തോക്കുധാരിയുടെ വെടിവെപ്പ്. ആക്രമണം അന്വേഷിക്കാൻ രാജ്യത്തും രാജ്യാന്തര തലത്തിലും നടപടികളുണ്ടായെങ്കിലും പ്രതികളിന്നും നിയമത്തിന് ഏറെ അകലെ. ദശകം കണ്ട ഏറ്റവും വലിയ പടിയിറക്കമായിരുന്നു ഫിദൽ കാസ്ട്രോയുടേത്. നീണ്ട 32 വർഷത്തെ ഭരണത്തിനൊടുവിൽ ഫിദൽ ക്യൂബൻ പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്ന് 2008 ഫെബ്രുവരി 18 സഹോദരൻ റോൾ കാസ്ട്രോയ്ക്ക് അധികാരം കൈമാറി കസേരയൊഴിഞ്ഞു. സ്വകാര്യ സ്വത്തവകാശം അംഗീകരിച്ചുകൊണ്ടുള്ള വലിയൊരു മാറ്റത്തിലേക്ക് ക്യൂബൻ ചുവപ്പ് അലിഞ്ഞതിനും കാലം സാക്ഷിയായി. ചൈനയിലാകട്ടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതത്തെ അംഗീകരിക്കുകയും സ്വകാര്യ മുതലാളിമാർക്ക് പാർട്ടി അംഗത്വം അനുവദിച്ചുകൊണ്ട് ഉദാരമാകുകയും ചെയ്തു. പ്രചണ്ഡയുടെ നേതൃത്വത്തിൽ മാവോയിസ്റ്റുകൾ അധികാരത്തിൽ വരികയും പിന്നീട് അന്തർതർക്കങ്ങളിൽ പിന്മാറുകയും ചെയ്ത കാഴ്ചയാണ് നേപ്പാളിൽ കണ്ടത്. പതിറ്റാണ്ട് കണ്ട ഏറ്റവും പ്രധാന ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഭരണമാറ്റം അമേരിക്കയിലായിരുന്നു. മാറ്റം എന്ന മുദ്രാവാക്യമുയർത്തി ബരാക് ഹുസൈൻ ഒബാമ എന്ന ആഫ്രോ അമേരിക്കൻ 2009 ജനുവരി 4 ലോകത്തെ ഏറ്റവും ശക്തമായ ഭരണക്കസേരയിലിരുന്നു. ശ്രീലങ്കയെയും അയൽരാജ്യങ്ങളെയും ഗർജിച്ച് വിറപ്പിച്ച പുലിത്തലവൻ വേലുപ്പിള്ള പ്രഭാകരന്റെ അന്ത്യം 2009 മെയ് 19. പ്രസിഡന്റ് മഹീന്ദ രാജപക്ഷെയുടെ സൈന്യം LTTE സംഘടനയെ മുച്ചൂടും തകർത്താണ് തമിഴ് ഈളമെന്ന സ്വപ്നത്തിന് അന്ത്യം കുറിച്ചത്. 1930കൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും കഴിഞ്ഞ ദശകം സാക്ഷ്യം വഹിച്ചു. അമേരിക്കൻ ബാങ്കിംഗ് മേഖലയിലുണ്ടായ സബ്പ്രൈം മോർട്ട്ഗേജ് എന്ന മാന്ദ്യം ലോകത്തെ മിക്ക രാജ്യങ്ങളെയും പിടിച്ചുകുലുക്കി. അമേരിക്കയിലെയും യൂറോപ്പിലെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും തകർന്ന് തരിപ്പണമായി. ബ്രിട്ടനിൽ ലേബർ പാർട്ടി ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഡേവിഡ് കാമറൂൺ എന്ന 43കാരൻ അധികാരത്തിലെത്തിയത് 2010. വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചാണ് 2010 പ്രധാന താരവും വാർത്താ ഉറവിടവും. അമേരിക്ക അതീവ രഹസ്യമാക്കി സൂക്ഷിച്ചിരുന്ന രേഖകൾ പുറം ലോകത്തെത്തിച്ചുകൊണ്ട് അമേരിക്കയെ ഞെട്ടിക്കുകയായിരുന്നു അസാഞ്ച്. ഉത്തര ദക്ഷിണ കൊറിയകളുടെ വാക്പോരാട്ടം നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നതും ഈ വർഷം കണ്ടു. മ്യാൻമർ വിമോചന പോരാളി ഓങ് സാങ് സൂചിയുടെ മോചനം, ചൈനയെ ചൊടിപ്പിച്ചുകൊണ്ട് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ചൈനീസ് വിമതൻ ലിയു സിയാബോയ്ക്ക് സമ്മാനിച്ചത് എന്നിവയും 2010 അവസാനത്തിലെ ശ്രദ്ധേയ വാർത്തകൾ.